ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബീട്രൂട്ട് ഉപ്പേരിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു വലിയ ബീട്രൂട്ടും ഒരു ചെറിയ ബീട്രൂട്ടാണുള്ളത്. നിങ്ങളുടെ കയ്യിൽ ചെറുതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 ബീട്രൂട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ സവാളയാണ് വേണ്ടത്, അത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 2 പച്ചമുളകാണ് വേണ്ടത്, അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീട്രൂട്ട് ഒന്ന് ചെറുതായിട്ട് ഇതുപോലത്തെ ഒരു ഇതിൽ ബ്ലേഡ് വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ചെറിയതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്താലും മതി. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 ബീട്രൂട്ട് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഗ്രേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സവാള ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല നൈസായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പച്ചമുളക് ഇതുപോലെ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് നടുവിൽ കീറി കൊടുത്തിട്ട് എടുത്താൽ മതി. ഇനി ഞാനൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സബോളയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുക. സവാള ഇട്ട് കൊടുക്കുന്നതായിരിക്കും ഞാൻ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി അരിഞ്ഞു വെച്ച പച്ചമുളകും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. കളർ ചെറുതായിട്ടൊന്ന് മാറുന്ന വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം. ഒന്ന് മൂത്ത് വരുന്ന വരെ വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത പോലെ അങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്കൊരു 10-15 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ നിന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഒരു 10-15 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇപ്പം ഏകദേശം ഇതായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇവിടെ ബീട്രൂട്ട് ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.